ഹലോ ഹായ് നമസ്കാരം. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഫാമിലി വ്ളോഗേഴ്സിനെ കുറിച്ചും ബ്യൂട്ടി വ്ളോഗേഴ്സിനെ കുറിച്ചും ഇൻ്റർവ്യൂവേഴ്സിനെ കുറിച്ചുമൊക്കെ ഓരോ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്ന ഒരു കണ്ടൻറ് ഉണ്ടായിരുന്നു. അത് പേളി മാണിയുടെ ഇൻ്റർവ്യൂസിനെ കുറിച്ചും അതുപോലെ പേളി മാണിയുടെ വീഡിയോസിൽ വ്ളോഗ്സിൽ അവരുടെ കുഞ്ഞുങ്ങളെ അവർ കൊണ്ടുവരുന്ന സോഷ്യൽ മീഡിയയിൽ കുഞ്ഞുങ്ങൾക്ക് എക്സ്പോഷർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. അപ്പോൾ ഞാനും ആലോചിച്ചപ്പം സോഷ്യൽ മീഡിയയിൽ കുഞ്ഞുങ്ങളെ നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആളുകളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് സംസാരിച്ചാലോ എന്ന് വിചാരിച്ച് പേളി മാണിയുടെ വീഡിയോസിലേക്ക് നമ്മൾ തിരിയുമ്പോൾ 3 പ്രശ്നങ്ങളാണ് നമുക്ക് ഫീൽ ചെയ്തത്. ഒന്ന്, നമ്മൾ ഫാമിലി വ്ളോഗ്സിനെ കുറിച്ച് ഒരു അനാലിസിസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബ്യൂട്ടി വ്ളോഗേഴ്സിനെ കുറിച്ചൊക്കെ അനാലിസിസ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് വീഡിയോസ് കണ്ടു എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പേളി മാണിയുടെ ടൈപ്പ് ഓഫ് കണ്ടൻസ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരല്ല. 2, ഇത് കണ്ടു തുടങ്ങിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് തോന്നുക അല്ലെങ്കിൽ അത് കണ്ടിരിക്കാൻ തോന്നുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് സംഭവിച്ചിട്ടില്ലായിരുന്നു. അതിപ്പോൾ ഇൻ്റർവ്യൂസ് ആണെങ്കിലും കുഞ്ഞുങ്ങളെ വീഡിയോസിലേക്ക് കൊണ്ടുവരുന്നതാണെങ്കിലും എതിർപ്പുകളടക്കം കുറേ ഫാക്ടേഴ്സ് കൊണ്ട് അതൊരു കണ്ടിരിക്കബിൾ മെറ്റീരിയലായിട്ട് തോന്നിയില്ല. ഞാൻ ഈ പേളി മാണിയുടെ വീഡിയോസൊക്കെ കാണുന്ന ആളുകളെ കുറച്ച് കാണുകയല്ല കേട്ടോ. ഓരോ ആളുകൾക്കും ഓരോ ടോപ്പിക് ഇൻട്രസ്റ്റുകളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ടോപ്പിക് ഇൻട്രസ്റ്റിൽ അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ പെടുന്ന ഒന്നല്ല പേളി മാണിയുടെ വീഡിയോസ്. 3ാമത്തെ കാരണം, ഫാമിലി വ്ളോഗേഴ്സിനെ കുറിച്ച് അതിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നു, ബ്യൂട്ടി വ്ളോഗേഴ്സിനെ അതിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നു. ഇൻ്റർവ്യൂവേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ വീണയെക്കുറിച്ച് സംസാരിച്ചു, വീണയെക്കുറിച്ചും മീരയെക്കുറിച്ചും അങ്ങനെ ആങ്കേഴ്സിൻ്റെ ഒരു നീണ്ട നിര തന്നെ ലിസ്റ്റ് തന്നെ നമുക്ക് അയച്ചു തന്ന ആൾക്കാരുണ്ട് ഇവരൊക്കെ ഇൻ്റർവ്യൂ അനാലിസിസ് ചെയ്യണമെന്ന്. പക്ഷേ വീണയുടെ അത്രയും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ അങ്ങനെ ചെയ്തത്. അതുകൂടാതെ വേറെയും വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ സ്ഥിരമായി ഇങ്ങനെ മറ്റ് വ്ളോഗേഴ്സിനെ അതിൻ്റെ സ്റ്റൈലിനെ അതിൻ്റെ പ്രശ്നങ്ങളെ മാത്രം പറയുമ്പോൾ നമ്മൾ ഈ എക്സ്പോസിങ് വീഡിയോസ് എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് കണ്ടൻറ്റ് സ്ഥിരമായി ചെയ്യുന്ന ആൾക്കാരായി മാറിപ്പോകുമോ എന്നുള്ള ഒരു ചിന്തയുണ്ട്. 2, ഇത് ഭയങ്കര ടയറിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഞാനുണ്ട്, എൻ്റെ ടീമേറ്റ് ശ്രുതിയുണ്ട്. എന്നേക്കാൾ കൂടുതൽ ശ്രുതിയാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണേണ്ടി വരിക. ഞാനും ഇതിലെ പല കാര്യങ്ങളും ഇരുന്ന് കാണുക. ഇതൊരു ടയറിങ് പ്രോസസ്സാണ്. പേളി മാണിയുടെ ഇൻ്റർവ്യൂ അനാലിസിസ് ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര ഇൻ്റർവ്യൂസ് കണ്ടു നോക്കണം. അതിൽ പല ഇൻ്റർവ്യൂസിൻ്റെ ലെങ്ത് വരുന്ന ഒരു 1 അവറിനൊക്കെ അടുത്താണ്. അത്രയും നേരം കണ്ടിരിക്കാൻ ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്, എനിക്കതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഫീൽ ചെയ്തിട്ടില്ല. ഈ 3 കാര്യങ്ങളുണ്ട് നമ്മൾ പേളി മാണിയുടെ ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുന്ന പരിപാടികളെക്കുറിച്ച് പറയേണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ പേളി മാണി തന്നെ ഇപ്പോൾ ഗലാട്ട പ്ലസ് യൂട്യൂബ് ചാനലിൽ ഭരദ്വാജ് രംഗൻ ലീഡ് ചെയ്യുന്ന ഒരു റൗണ്ട് ടേബിൾ ഉണ്ടായിരുന്നു. ആങ്കേഴ്സ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവേഴ്സ് എന്ന് പറയാവുന്ന സൗത്ത് ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള, സൗത്ത് ഇന്ത്യയും മാത്രമല്ല സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയിലും ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള അനുപമ ചോപ്രയുണ്ട്, ഭരദ്വാജ് രംഗനുണ്ട്, വിശാലുണ്ട്, സുമ ആൻഡ് പേളി മാണി, ഇത്രയും ആളുകൾ കൂടി ഇരുന്നിട്ടുള്ള ഒരു റൗണ്ട് ടേബിൾ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ആ ഡിസ്കഷനിലാണ് ഈ പറയുന്ന വിഷയങ്ങളെയൊക്കെ കുറിച്ച് പേളി മാണി സംസാരിക്കുന്നത്. പേളി മാണി തന്നെ ഇപ്പോൾ ഓപ്പണായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അഭിപ്രായവും പറയാനുണ്ട്. ഈ വീഡിയോയ്ക്ക് 3 പാർട്സാണുള്ളത്. 1, പേളി മാണിയുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ചാണ്. 2, പേളി മാണി അവരുടെ കുഞ്ഞുങ്ങളെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുന്നത്, യൂട്യൂബ് ചാനലിൽ ഇൻ്റർവ്യൂസിൽ അടക്കമുള്ള കാര്യങ്ങളിൽ വ്ളോഗുകളിലൊക്കെ കൊണ്ടുവരുന്നത് അതിനെക്കുറിച്ച്. 3, അവരുടെ ഇൻ്റർവ്യൂസിനെ പറ്റിയാണ്. ഈ 3 കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമായിരിക്കാം. അതുകൊണ്ട് ഈ വീഡിയോ നമ്മൾ ടൈം സ്റ്റാമ്പ് ചെയ്യുന്നുണ്ട്, ചാപ്റ്റേഴ്സ് ആയി തിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്റർ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. സോ നമുക്ക് പേളി മാണിയുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. നമുക്കൊക്കെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഒരു പക്ഷേ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായേക്കാം. അങ്ങനെ നമുക്കൊക്കെ യൂട്യൂബ് ചാനൽ ഉള്ളതുപോലെ പേളി മാണിക്കും ഒരു യൂട്യൂബ് ചാനലുണ്ട്. വളരെയധികം വ്യൂവേഴ്സുള്ള, അവർ തന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്താണ് വളരെയധികം വ്യൂവേഴ്സുള്ള, സബ്സ്ക്രൈബേഴ്സ് ബേസ് ഉള്ള ഒരു വലിയ യൂട്യൂബ് ചാനലാണ്. പേളി മാണിയുടെ യൂട്യൂബ് ചാനലിനെ മോർ ഓഫ് എ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനകത്ത് ഫാമിലി വ്ളോഗ്സ് വരുന്നുണ്ട്, കുക്കിംഗ് വ്ളോഗ്സ് വരുന്നുണ്ട്, ട്രാവൽ വ്ളോഗ്സ് വരുന്നുണ്ട്. അങ്ങനെ ഒരു പാക്കേജ് ആയിട്ടാണ് അവരുടെ ലൈഫ് ആളുകളുടെ മുന്നിലേക്ക്, അവർ ഇത്രയും കാലം കൊണ്ട് TV ആങ്കറായിരുന്നും അഭിനേത്രിയായിരുന്നും ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ബേസ് അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ യൂട്യൂബിൽ കണ്ടൻറ്റ് ചെയ്ത് അവർക്കൊരു ഫോളോവർ ബേസ് വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ കാലം കൊണ്ട് അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ബേസിൽ അവരിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വളരെ റീസെൻ്റായിട്ട്, ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അല്ല കേട്ടോ, വളരെ റീസെൻ്റായി ആ യൂട്യൂബ് ചാനലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സെഗ്മെൻ്റാണ് ഇൻ്റർവ്യൂസ് എടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ മൂവി പ്രൊമോഷൻസ് ചെയ്യുക എന്നുള്ളത്. അവരുടെ മറ്റ് കണ്ടൻറ്റുകൾക്കൊക്കെ നല്ല വ്യൂസ് ഉള്ളതുപോലെ തന്നെ ഈ മൂവി പ്രൊമോഷൻ വീഡിയോസിനും നല്ല വ്യൂസ് ഉണ്ട്. തീർച്ചയായും പേളി മാണി ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്തു എന്ന് പറയുന്ന ഈ ഒരു ബേസ്, അവരുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, അവരുടേതായിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ട്. അതിൽ ഈ മൂവി ആക്ടേഴ്സും കൂടി വന്നു കഴിയുമ്പോൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന ആ കോൺവെർസേഷൻസ്, അതിൽ രസമൊക്കെ ആയിട്ടാണ് വളരെയധികം വ്യൂസ് കിട്ടുന്നത്. അതങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു. നമ്മൾ ഈ പറഞ്ഞ റൗണ്ട് ടേബിൾ ഡിസ്കഷനിലേക്ക് വരുമ്പോൾ സോഷ്യൽ മീഡിയയിലെ നെഗറ്റിവിറ്റി
നെഗറ്റിവിറ്റിയെക്കുറിച്ച് ഒരു ചോദ്യം വന്നു. നമ്മുടെ പേളി മാണിയെ സംബന്ധിച്ച് പേളി മാണിയുടെ ലൈഫിൻ്റെ ഒരു വലിയ പങ്കും സോഷ്യൽ മീഡിയയിൽ അവർ ഓപ്പൺ ആയിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അവരുടെ യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പേളി മാണിയുടെ ലൈഫ് നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെയുള്ള പേളി മാണിയോട് അവർ ചോദിച്ച ചോദ്യം ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവ് കമൻസ് അഫക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു. അതിന് പേളി മാണി കൊടുത്ത മറുപടി, അതിൻ്റെ ഞെട്ടൽ ഈ നിമിഷം വരെയും എനിക്ക് മാറിയിട്ടില്ല. പേളി മാണിക്ക് നെഗറ്റീവ് കമൻസേ വരാറില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് പേളി പറഞ്ഞത്. ഇത് കേട്ട് അവിടെ ഇരുന്ന വളരെ സീനിയറായിട്ടുള്ള ടി വിയിലും പ്രസ്സിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഞെട്ടിപ്പോകുമായിരുന്നു. ഞാനും ഞെട്ടി. കാരണം നമ്മുടെ ചാനലിന് ഏതാണ്ട് 4.5 ലക്ഷത്തിൽ താഴെ മാത്രമേ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. പേളി മാണിയുടെ യൂട്യൂബ് ചാനൽ എങ്കയോ പോയിരിക്ക് എന്ന് പറയുന്ന പോലെ അത്രയും സബ്സ്ക്രൈബർ ബേസ് അവർക്കുണ്ട്. അതുപോലെ അവരുടെ വീഡിയോസിന് മില്യൺ കണക്കിനാണ് വ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഒരു രീതിയൊക്കെ വെച്ചുകൊണ്ട് ഏത് വിഷയം ഉണ്ടായിക്കഴിഞ്ഞാലും പോസിറ്റീവും നെഗറ്റീവും ഒക്കെ പറയേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ പേളി മാണിയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ പേളി മാണിയോട് വിമർശനങ്ങൾ അറിയിക്കാനും ആളുകൾ എത്തേണ്ടതാണ്. പക്ഷെ അവിടെ ഇരുന്ന എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്, എന്നെയും ഞെട്ടിച്ചുകൊണ്ട് പേളി മാണി പറയുന്നു പേളി മാണിക്ക് നെഗറ്റീവ് കമൻസ് വരാറില്ല എന്നുള്ളത്. പക്ഷേ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും മറ്റും കുറച്ച് ആളുകൾ കുറേ മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പേളി മാണിയുടെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുമ്പോൾ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നു, ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഈ നെഗറ്റീവ് കമൻസ് വരാത്തൊരു യൂട്യൂബ് ചാനൽ പേളി മാണി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് എനിക്കൊരു അത്ഭുതമായിരുന്നു. രണ്ടാമത്തെ കാര്യം, പേളി മാണിയുടെ കമൻറ്റ് ബോക്സ്, അതായത് ഓഡിയൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പേളി മാണിക്ക് ഒരു ടീമില്ല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും എന്നെ വളരെയധികം ഞെട്ടിച്ച് കളഞ്ഞു. കാരണം ഈ ചാനലിൻ്റെ നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് യൂട്യൂബ് നമുക്ക് തന്നിട്ടുള്ളൊരു ഫീച്ചറുണ്ട്. അതായത് ചില കീവേഡ്സ് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു തെറി വാക്ക് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ വരില്ല. യൂട്യൂബ് തന്നെ അത് ഹൈഡ് ചെയ്യും. യൂട്യൂബിന് ഓൾറെഡി ഒരു ലിസ്റ്റ് ഉണ്ട്, ഇന്ന വാക്കുകൾ മോശം വാക്കുകളാണ്, അത് ടൈപ്പ് ചെയ്യാൻ പാടില്ല എന്ന്. അതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വാക്കുകളുണ്ട്. ഇത് കൂടാതെ എൻ്റെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇന്ന കീവേഡ്സ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഹൈഡ് ചെയ്യണം എന്ന് യൂട്യൂബിന് ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ സെറ്റ് ഓഫ് വാക്കുകൾ എന്ന് വെച്ചാൽ വലിയ 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 സെറ്റ് ഓഫ് വാക്കുകൾ. ചില ആൾക്കാർ വളരെ ബുദ്ധിമാന്മാരാട്ടോ, ഒരു തെറിയൊക്കെ ടൈപ്പ് ചെയ്തിട്ട് അതിന് ഹൈഡായി പോയാലോ എന്ന് വെച്ച് തെറിയുടെ ഇടയിലൊക്കെ ഡോട്ട് ഇട്ട് വെക്കും. അപ്പോൾ തെറി പറഞ്ഞൊന്നും ആവും, ഇത് ചാനലിൽ നിന്ന് ഹൈഡ് ആവില്ല. അതടക്കം ഞാൻ കുത്തിയിരുന്ന് ഹൈഡ് ചെയ്ത് എൻ്റെ ടീംമേറ്റ് ശ്രുതിയുണ്ട്, ഞങ്ങൾ അങ്ങനെ ഇരുന്ന് ഫിൽട്ടർ ചെയ്ത് വളരെ മോശം വാക്കുകളെ നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്നാമത്തെ കാര്യം. അതിനുശേഷം ഒരു വീഡിയോ പോസ്റ്റ് ആയി കഴിയുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് ആദ്യം ഫിൽട്ടർ ചെയ്യുന്നത് ശ്രുതിയാണ്. കമൻറ്റുകൾ വായിച്ച് ശ്രുതി അനുഭവിക്കുന്ന മാനസിക വിഷമം എത്രത്തോളമാണ് എന്നുള്ളത് എനിക്ക് ഊഹിക്കാൻ പറ്റും. കാരണം ശ്രുതി മാനേജ് ചെയ്യുന്നതിന് മുമ്പ് ഈ കമൻറ്റ് ബോക്സ് ഒക്കെ ഞാൻ കാണുകയും, ഇപ്പോൾ കുറേ ആളുകളൊക്കെ പറയുന്നുണ്ട് ഈ അടുത്തായിട്ട് നമ്മൾ കമൻസിനൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന്. അതിൻ്റെ കാരണം എനിക്കിപ്പോൾ കമൻറ്റ് ബോക്സ് നോക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇതിന് മുൻപത്തെ പ്രശ്നം, ഞാൻ എന്നും കമൻസ് നോക്കുമായിരുന്നു, എനിക്ക് അപ്രിസിയേഷൻ ഒരുപാട് കിട്ടിക്കൊണ്ടിരുന്നത് അവിടെ നിന്നാണ്. പക്ഷേ ഒരു സമയം കഴിഞ്ഞ് നമ്മളൊന്ന് പോപ്പുലറായി തുടങ്ങുമ്പോൾ ഈ എതിരഭിപ്രായമുള്ള ആളുകൾ നമ്മളെ തളർത്താൻ വേണ്ടിയിട്ട് തെറി പറയുക, മോശമായി ചിത്രീകരിക്കുക, ഇത്തരം കമൻറ്റുകളൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി എനിക്കെന്തോ കുഴപ്പമുണ്ട്. എതിരഭിപ്രായങ്ങളോ വിമർശനങ്ങളോ ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മളെ താറടിച്ച് കാണിക്കുക, ഇമോഷണലി നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ലെവലിൽ എന്ന് വെച്ചാൽ നിങ്ങൾ നല്ല ആളൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങൾ മഹാകച്ചറയാണ് എന്ന് പറയുന്നത് പോലെ അതൊരു മാനിപ്പുലേഷൻ സ്റ്റൈലാണ്. അതേപോലെ തെറി വിളിക്കുക, കളിയാക്കുക, പുച്ഛിക്കുക, ഈ ജീവിതത്തിലെ ഫ്രസ്ട്രേഷൻ മുഴുവൻ കമൻറ്റ് ബോക്സിൽ കൊണ്ടിടുന്ന ആളുകളുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയി കൺസ്യൂം ചെയ്തിട്ട് അവസാനം എനിക്കൊരു വീഡിയോ പോലും ചെയ്യാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെട്ടു. അത്രയും ടോക്സിക് ആയിട്ടുള്ളൊരു കമൻറ്റ് ബോക്സായി ഇത് മാറുകയായിരുന്നു. നമ്മൾ വളരുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ സംഭവിക്കും. ആ ഒരു കാര്യം കൊണ്ടാണ് ഒരു വലിയ കാലഘട്ടത്തോളം നിങ്ങളുടെ കമൻസിന് ഞാൻ കമൻറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യാതിരുന്നത്. അതിനുശേഷം ശ്രുതി ടീമിൽ ജോയിൻ ചെയ്തതിന് ശേഷം ശ്രുതിയുടെ ഫിൽറ്ററിങ് കഴിഞ്ഞ് ഞാൻ കമൻസ് കാണുന്നുണ്ട്, അതിന് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, റിപ്ലൈ അയക്കുന്നുണ്ട്. ഈ കമൻറ്റ് ബോക്സിൽ വോയിസ് വെച്ചിട്ട് നമുക്ക് റിപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഉപയോഗിച്ച് തുടങ്ങാനുള്ളൊരു സ്റ്റാർട്ടിങ് ട്രബിളിൻ്റെയാണ്. തീർച്ചയായിട്ടും നമ്മളത് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുഞ്ഞു ചാനൽ വെച്ചിട്ട് ഇത്രയും കമൻറ്റ് ബോക്സ് ആക്രമണം നേരിടാൻ പറ്റാതെ ഞാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഇത്രയും വലിയൊരു സബ്സ്ക്രൈബർ ബേസുമായിട്ട് ഇപ്പോൾ പേളിയെ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കാനാണെങ്കിൽ പേളിയെ വിമർശിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെയും പേളിയുടെ കമൻറ്റ് ബോക്സിലേക്ക് പോകാനുള്ള സാധ്യതകളും ഉണ്ടല്ലോ. പക്ഷേ പേളിയുടെ കമൻറ്റ് ബോക്സിൽ ഒരു നെഗറ്റീവും ഇല്ല. മാത്രമല്ല പേളിക്ക് അത് കമൻറ്റ് ബോക്സ് നോക്കാൻ ഒരാളുടെ സഹായം വേണ്ട. പേളിയാണ് എല്ലാ കമൻസും മോണിറ്റർ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റാത്ത വേറെ ഏതോ ലെവലിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ പേളി മാണി പറയുന്നു, പേളി മാണിയുടെ ചാനൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ പേളി പറയുന്നു, നമുക്ക് വിശ്വസിക്കാം. ഇപ്പോൾ ഉണ്ണി വ്ളോഗ് സിനി ഫയൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു ഹാർട്ട്, ഞാനൊരു കമൻറ്റിന് ഹാർട്ട് കൊടുക്കുന്ന കണ്ടാൽ എൻ്റെ യൂസർ നെയിം പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ചാനൽ മാനേജേഴ്സായിട്ട് അസൈൻ ചെയ്തിട്ടുള്ള ആര് ഹാർട്ട് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹാർട്ട് കാണും. ഇത് എനിക്കറിയാമല്ലോ. അപ്പോൾ പേളി ഇത് പറയുന്ന സമയത്ത് എനിക്ക് നമ്മൾ ഈ ചെയ്തിട്ടുള്ള കാര്യം വെച്ച് എൻ്റെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് നോക്കുമ്പോൾ എനിക്കത് അവിശ്വസനീയമാണ്. പിന്നെ പേളി മാണി ഈ മീഡിയ സൈക്കോളജി ഒക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ അത് ചെയ്യാനുള്ളൊരു കഴിവും സമയവും ഒക്കെ ഉണ്ടാവും.
നമ്മുടെ കയ്യിൽ അതില്ല. നമ്മൾ 2 പേര് നല്ലോണം കയ്യിൽ കുത്തിയിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. എന്നാൽ അതേസമയം ബാക്കിയുള്ളവരൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, സത്യസന്ധമായ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ ഭരദ്വാജ് രംഗൻ തിരിഞ്ഞു നോക്കാറേയില്ല എന്ന് പറയുന്നു. അനുപമ ചോപ്ര അത് അവരെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നു എന്ന് പറയുന്നു. വിശാലിൻ്റെ കാര്യവും അങ്ങനെ തന്നെ, സുമയുടെ കാര്യവും അത് തന്നെ. സ്വന്തം ചാനൽ തന്നെ അവർ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യുന്നു. അവിടുത്തെ എല്ലാ കമൻറ്റ് ബോക്സും നോക്കുക എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കമൻറ്റ് ഒരു ദിവസം മുഴുവൻ തളർത്തിക്കളയും എന്നാണ് പറയുന്നത്. ഇവർക്കൊക്കെ ഇഷ്ടം പോലെ നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ട്. പക്ഷെ പേളിക്കില്ല കേട്ടോ. മലയാളികൾ എന്ത് നല്ല മനുഷ്യരാണ്. അപ്പോൾ ഇവരെല്ലാവരും ഇവരുടെ ഈ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ പേളി പെട്ടെന്ന് ഞാൻ വല്ലാണ്ട് ഓർക്കുന്നു എന്ന് പറയുന്ന ഒരു ഭാവത്തിൽ നിങ്ങളൊക്കെ ഇത്രയും ഡീപ്പായി സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഗസ്റ്റുകളുടെയൊക്കെ അവരെക്കുറിച്ച് പറയുന്ന നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ട്, അത് ഞാൻ ഹൈഡ് ചെയ്യാറുണ്ട്. സപ്പോസ് എൻ്റെ ഗസ്റ്റുകളൊക്കെ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അവർ കമൻറ്റ് ബോക്സ് നോക്കിയാൽ അവർക്ക് വിഷമം തോന്നാതിരിക്കാൻ വേണ്ടി അവരെക്കുറിച്ച് പറയുന്ന നെഗറ്റീവ്സ് റിമൂവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴും പേളിയെക്കുറിച്ച് നെഗറ്റീവ് ഇല്ല. പേളിമാണി അവരുടെ സബ്സ്ക്രൈബേഴ്സിന് മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ളൊരു സബ്സ്ക്രൈബർ ബേസിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്, ഞാനും വേണമെങ്കിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുത്തു തരാൻ കേട്ടോ. ഞാനും മോട്ടിവേറ്റർ ട്രെയിനർ ആവാൻ വേണ്ടിയുള്ള ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും പേളിമാണി ഇങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഭരദ്വാജ് രംഗൻ വളരെ സിമ്പിളായിട്ട്, വളരെ ഈസി ആയിട്ട്, ചിലപ്പോൾ ട്രിഗർ ആകാമായിരുന്ന ഒരു ചോദ്യത്തിന് ബ്യൂട്ടിഫുള്ളായിട്ട് ചോദിച്ചത്. അതാണ് ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട്. പേളിയുടെ കുട്ടികളെക്കുറിച്ചാണ്. യു പുട്ട് so much of your family out there. Are you comfortable with that? എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളതിൽ കംഫർട്ടബിൾ ആണോ എന്നുള്ളതാണ്. ഈ കുഞ്ഞുങ്ങളെയൊക്കെ വെച്ചുകൊണ്ടുള്ള വ്ളോഗിനെ കുറിച്ച് അല്ലെങ്കിൽ ഫാമിലി വ്ളോഗിനെ കുറിച്ചാണ് ഭരദ്വാജ് രംഗൻ ചോദിച്ചത്. ഈ ചോദ്യവും ഉത്തരവും വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് നമുക്ക് ആദ്യം പേളി ഈ ചോദ്യത്തിന് കൊടുത്ത ഉത്തരം ഒന്ന് കേൾക്കാം. പേളി മാണിയും ശ്രീനിഷും ബിഗ് ബോസിൽ വെച്ചിട്ടാണ്, ആ പ്രോഗ്രാം നടക്കുന്നതിനിടയിലാണ് കണ്ടിഷ്ടപ്പെട്ട് പ്രണയിച്ച് വിവാഹം കഴിച്ചതെന്നുള്ളത് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് 24/7 ക്യാമറ നിരീക്ഷണത്തിലുള്ളപ്പോൾ തന്നെ പ്രണയം പങ്കുവച്ച് തുടങ്ങിയ ആളുകളായതുകൊണ്ട് ഞങ്ങൾ 2 പേരും ക്യാമറ ഷൈ അല്ലായിരുന്നു എന്നാണ് പേളി പറയുന്നത്. പക്ഷേ കുഞ്ഞുണ്ടാവുന്ന സമയത്ത് ഇവർക്കിടയിൽ ഒരു വലിയ ഡിസ്കഷൻ തന്നെ നടന്നു. കുഞ്ഞിൻ്റെ മുഖം നമ്മൾ പബ്ലിക്കിന് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. പേളിയുടെ ഒരു ക്യാരക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേളി തന്നെ പറയുന്നതനുസരിച്ച് ഈ താരജാടകളൊന്നും ഇല്ലാത്ത, പെട്ടെന്നൊരു പാനിപ്പൂരി കഴിക്കാൻ തോന്നിയാൽ പബ്ലിക്കിലേക്ക് ഇറങ്ങി ചെല്ലുന്ന, പാനിപ്പൂരി കഴിക്കുന്ന, റൈഡൊക്കെ പോകുന്ന വളരെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. എന്നൊരാൾ നോക്കുന്നത് കണ്ടാൽ സെൽഫി വേണോ എന്ന് അങ്ങോട്ട് ചോദിക്കുന്ന ഒരാളാണ് ഞാൻ എന്നാണ് പേളിയെക്കുറിച്ച് പറയുന്നത്. മാത്രമല്ല ഈ കുഞ്ഞിൻ്റെ ഫേസ് ആൾക്കാരെ കാണിച്ചിട്ടില്ലെങ്കിൽ ഞാൻ മെൻ്റലായി പോകും എന്ന് പറയുന്ന ഒരു തമാശ രൂപേണ അവരത് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇത് നോർമലൈസ് ചെയ്യാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് അവർ പറയുന്നത്. ഈ കുഞ്ഞുങ്ങളുടെ മുഖം അവർ പബ്ലിക്കിനെ കാണിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും, ഇവർ കുഞ്ഞുങ്ങളുമായിട്ട് എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ഈ കുട്ടികളുടെ മുഖം പകർത്താൻ വേണ്ടിയിട്ട് വളരെ ഈഗറായിട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ കുട്ടികളൊക്കെ അതിനോട് യൂസ്ഡ് ആയിട്ട് ക്യാമറ കാണുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ ഹായ് കാണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയെന്നാണ് അവർ പറയുന്നത്. പേളിയും ശ്രീനിഷും ഈ ലൈഫ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവരുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അവർക്കുള്ള ഫാൻ ഫോളോയിങ്ങും സബ്സ്ക്രൈബേഴ്സുമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ചിന്തിച്ചില്ല, അങ്ങ് പബ്ലിക് ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പേളി ആ ഉത്തരം കൺക്ലൂഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഒരുപാട് ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ അവരെ പബ്ലിക്കിന് മുന്നിലേക്ക് എക്സ്പോസ് ചെയ്യണമെന്നുള്ളത്. നമുക്ക് ആദ്യം ഇതിൻ്റെ നിയമപരമായ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ കുട്ടികളെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് അത് നമ്മൾ ഷൂട്ട് ചെയ്യാനോ പ്രചരിപ്പിക്കാനോ പാടില്ല. അതുമാത്രമല്ല, ഒരു കുട്ടിയുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പേരൻസിൻ്റെ കൺസെൻറ്റ് ഉണ്ടായിരിക്കണം, അവരുടെ ഗൈഡൻസ് ഉണ്ടായിരിക്കണം. മാത്രമല്ല ആ കുട്ടിക്ക് തന്നെ ഇത് ഫ്യൂച്ചറിൽ എനിക്ക് പ്രശ്നമുണ്ടാവില്ല എന്നുള്ള ഉറപ്പ് വേണം. ഇത് ഫ്യൂച്ചറിൽ എനിക്ക് മോശമായി തോന്നുമെന്ന് ആ കുട്ടിക്ക് തോന്നിയാൽ പോലും ലീഗലി ആ വീഡിയോ ഷൂട്ട് ചെയ്യപ്പെടാനോ അത് പബ്ലിഷ് ചെയ്യപ്പെടാനോ പാടില്ല. ഇത് നമ്മുടെ പരിമിതമായ നിയമപരിജ്ഞാനം വെച്ചിട്ടാണ്. തെറ്റുകളുണ്ടെങ്കിൽ നിയമം അറിയാവുന്നവർക്ക് കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്താവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കും അവരുടെ സ്വകാര്യതയ്ക്കുള്ള അവകാശമുണ്ട്. പക്ഷേ ഇവിടുത്തെ ലൂപ്പ് ഹോൾ എന്ന് പറയുന്നത് അച്ഛനമ്മമാരുടെ കൺസെൻറ്റും അതുപോലെ അവരുടെ ഗൈഡൻസുമാണ്. യൂട്യൂബിലേക്ക് നമ്മൾ വരുമ്പോഴും കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കണ്ടൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി അത് ചൈൽഡ് ഫ്രണ്ട്ലി കണ്ടൻറ്റ് ആയിരിക്കണം എന്നുണ്ട്. അതുപോലെ തന്നെ പേരൻസിൻ്റെ കൺസെൻറ്റ് വേണമെന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ഫാമിലി വ്ളോഗുകളിലെല്ലാം കുഞ്ഞുങ്ങൾ വരുന്ന സമയത്ത് അവിടെയൊക്കെ ഈ അച്ഛനമ്മമാർ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ പോളിസിയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ നിയമത്തിനെയൊക്കെ വളരെ ഈസി ആയിട്ട് സാറ്റിസ്ഫൈ ആവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ വീഡിയോസിൽ കൊണ്ടുവരാമോ, ഇപ്പോൾ പേളിയുടെയും ശ്രീനിഷിൻ്റെയും കാര്യമാണെങ്കിൽ അത് അൾട്ടിമേറ്റ്ലി പേളിയുടെയും ശ്രീനിഷിൻ്റെയും തീരുമാനമാണ്. പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള അനുഭവങ്ങളുള്ള സൈക്കോളജിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ
നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതൊരു സോഷ്യൽ മീഡിയ യുഗമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മൊബൈൽ ഫോൺ അടക്കമുള്ള സ്മാർട്ട് ഗാഡ്ജറ്റുകളെല്ലാം കൊച്ചുകുട്ടികളുടെ കയ്യിൽ വരെ വളരെ ഈസി ആയിട്ട് വേണ്ടുന്ന, ഈവൻ അവരുടെ എഡ്യൂക്കേഷന് വരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് പരിപൂർണ്ണമായി മാറ്റി നിർത്തി മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അത് ചെയ്യുന്ന, അതിനുവേണ്ടി നിരന്തരമായി ശ്രമിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. യൂട്യൂബിലേക്ക്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്സും പരിപാടി എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞാലും കുട്ടികൾ വരുന്ന കണ്ടന്റ് കൂടിക്കൂടി വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഒരു കുഞ്ഞുണ്ടാവുക, ഗർഭിണിയാവുക എന്നുള്ളത്, അതിനുശേഷം പ്രസവം, കുഞ്ഞിൻ്റെ ആദ്യ കുഞ്ഞുനാളിലുള്ള കുറേ കാര്യങ്ങൾ, അവരുടെ കുറേ കുസൃതി കുറുമ്പ് പരിപാടികളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വീഡിയോസായി ചെയ്തിടുക എന്ന് പറയുന്നത്, അതിനിവിടെ ഒരു വലിയ ഓഡിയൻസ് ബേസ് ഉണ്ട്. സ്വാഭാവികമായും ഇത്രയും വലിയ ഓഡിയൻസ് ബേസ് ഉള്ളതുകൊണ്ട് വലിയൊരു റവന്യൂ തന്നെ അവിടുന്ന് ജനറേറ്റ് ആയി വരും. റവന്യൂ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ ഒരു കണ്ടന്റ് ചെയ്യാൻ ഇവിടെ കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവുകയാണ്. ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവുകയും ഇവർ ജനനം മുതൽ ഒരു കുഞ്ഞിനെ പബ്ലിക്കിൻ്റെ മുമ്പിൽ വളർത്തുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം, ഇപ്പോൾ പേളിയും ശ്രീനിഷിനെ സംബന്ധിച്ച് അവർ സോഷ്യൽ മീഡിയയുടെ നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പാകത്തിന് മാനസികമായി അടക്കം പ്രിപ്പയർഡ് ആയിട്ടുള്ള അഡൽസ് ആണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്നിപ്പോൾ പേളിയുടെയും ശ്രീനിഷിൻ്റെയും കുഞ്ഞുങ്ങൾ സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകൾ എടുത്ത് നോക്കുന്നുണ്ടാവില്ല. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അവർ സോഷ്യൽ മീഡിയ കമൻറ്റുകളൊക്കെ കാണുകയും ഈ പറയുന്ന സോഷ്യൽ മീഡിയ മറ്റു പ്ലാറ്റ്ഫോമുകളും അവിടെ വരുന്ന ട്രോളും മീമും പരിപാടികളും ഒക്കെ കാണാൻ തുടങ്ങുന്നൊരു സമയത്തിലേക്ക് എത്തും. നമ്മുടെ സോഷ്യൽ മീഡിയ ഏറ്റവും അധികം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് ഈ മേഖലയിൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത് കൊച്ചുകുട്ടികളുടെ വളരെ വൾണറബിൾ ആയിട്ടുള്ള, വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള അവരുടെ നിമിഷങ്ങളെ, അവരുടെ ഇമോഷൻസിനെ നിങ്ങൾ ക്യാപ്ചർ ചെയ്ത് വ്യൂസിനും ലൈക്സിനും വേണ്ടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യരുത് എന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വീട് അല്ലെങ്കിൽ അച്ഛനും അമ്മയും എന്നൊക്കെ പറയുന്നത് ഒരു കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ച് അത് ഏറ്റവും അധികം ട്രസ്റ്റ് ചെയ്യുന്ന, അതിൻ്റെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സ്പേസാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ അടുത്ത് എന്തൊക്കെ എക്സ്പ്രഷൻ ഇട്ട് കഴിഞ്ഞാലും അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് അവർ വളരെ വൾണറബിൾ ആവുന്നത്. അവരുടെ എല്ലാ ഇമോഷൻസും അതിൻ്റെ എല്ലാ റേഞ്ചിലും അച്ഛനമ്മമാരുടെ അടുത്ത് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ സ്വാതന്ത്ര്യം നമുക്കവിടെയുണ്ട്, ആ പ്രൈവസി നമുക്കവിടെയുണ്ട്. പക്ഷേ ഇത് അവരുടെ അനുവാദം ഇല്ലാതെ, അവർക്ക് ആ സമയത്ത് അവർ അനുവാദം തരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? ചോക്ലേറ്റ് കൊടുത്താൽ ചിലപ്പോൾ അനുവാദം തരുമായിരിക്കും. അച്ഛനും അമ്മയും സാരമില്ലടാ മോനെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അന്ന് അനുവാദം തരുമായിരിക്കും. പക്ഷേ അങ്ങനെ ക്യാപ്ചർ ചെയ്യപ്പെടുന്ന മൊമെൻറ്റ്സ് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിയുമ്പോൾ നാളെ ആ സോഷ്യൽ മീഡിയയിൽ പിന്നീട് അതിനെക്കുറിച്ച് വരാൻ പോകുന്ന ഡിസ്കഷൻസോ കമൻസോ ചിലപ്പോൾ ആ കുഞ്ഞ് അപ്പോഴായിരിക്കില്ല, കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതുമായി ചേർത്ത് വരാൻ സാധ്യതയുള്ള ഒരുപക്ഷെ ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക് വരെ ഫേസ് ചെയ്യാൻ തയ്യാറാവണമെന്നില്ല. നമ്മൾ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ ഓഡിയൻസ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് അവർ ഇമോഷണലി മെച്ചുവേർഡ് ആയിട്ടുള്ള ആളുകളല്ല. ഇപ്പോൾ പേളിമാണി അവരുടെ കുഞ്ഞുങ്ങളെ കാണിക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞിട്ടേ ആ കുഞ്ഞുങ്ങളിൽ പേളിമാണിക്കും ശ്രീനിഷിനും പോലും അവകാശമുള്ളൂ, അവർ ഞങ്ങളുടെയാണ് എന്ന് ചിന്തിക്കുന്ന, അങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ഇവിടെയുണ്ട്. ഒരു നടനോ നടിയോ അവരുടെ ഹാർഡ് വർക്കും പെർസിവറൻസും കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ കരിയറിനെ നോക്കിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കി തന്നാണ്ടറ എന്ന് പറയുന്ന ഈ വിവരക്കേട് കൊണ്ട് നടക്കുന്ന ഈ പറയുന്ന വലിയ വിഭാഗം ആളുകൾ അവരുടെ മുമ്പിൽ വളർന്നു വരുന്ന ഈ കുഞ്ഞുങ്ങളെ നോക്കിക്കാണാൻ പോകുന്നത് എത്രത്തോളം അധികാരബോധത്തോടു കൂടിയായിരിക്കും. ആ കുഞ്ഞുങ്ങളെ നിഷ്കരണം ചിലപ്പോൾ അവരുടെ അമ്മയുമായിട്ട് കമ്പയർ ചെയ്യും. ചിലപ്പോൾ ആ കുഞ്ഞുങ്ങൾ 2 കുഞ്ഞുങ്ങളോ 3 കുഞ്ഞുങ്ങളോ ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ, അത് ആ കുഞ്ഞുങ്ങൾ കാണുമെന്നോ അവരെ വേദനിപ്പിക്കുമെന്നോ ചിന്തിക്കാൻ സെൻസില്ലാത്ത, സെൻസിബിൾ അല്ലാത്ത, ഒരു സെൻസിറ്റിവിറ്റിയും ഇല്ലാത്ത ഒരു ഓഡിയൻസാണ്. എന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുന്നത് നമ്മുടെ ചിലവിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ മാത്രമല്ല കേട്ടോ, സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളുടെയും ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ ഓഡിയൻസ് അവരുടെ ഒരു കുഞ്ഞ് പ്രായത്തിലെന്ന് പറഞ്ഞാൽ എല്ലാവരും ചുച്ചിടൂ ഞങ്ങളുടെ കുഞ്ഞ് തന്നെ നന്നായി വളരെ മംഗളം നേരുന്നു, ബ്ലെസ്സിങ്സ് എന്നൊക്കെ പറഞ്ഞ് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഹാർട്ടും മാലാക കുഞ്ഞിനെ ഒക്കെ ഇമോജി വെക്കും. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ, അതായത് നമ്മൾ വീട്ടിൽ പിള്ളേരെ വളർത്തുന്ന പോലെ ആദ്യം നമ്മൾ ചുച്ചിടൂ എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് നടക്കും. അത് കഴിഞ്ഞത് 2 കാലിൽ നിവർന്ന് നിൽക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആ കുഞ്ഞിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെക്കാൻ തുടങ്ങും. അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യാവൂ എന്ന് പറയുന്ന ഇതേ റെസ്ട്രിക്ഷൻസ്, ഇതേ ഇമോഷണൽ സാധനം കൊടുത്തോണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങും. അവർ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. നാളെ പേളിമാണിയുടെ ഒരു കുഞ്ഞ് മറ്റേ കുഞ്ഞും ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു മുതിർന്ന ആൾ പോകുന്ന സമയത്ത് ഒരു കുഞ്ഞ് മാത്രം എണീറ്റ് കഴിഞ്ഞാൽ കണ്ടോ മറ്റേ കുഞ്ഞ് അഹങ്കാരി ആയിരിക്കും എന്ന് പറയാൻ ഒരു മടിയും ഇവർ കാണിക്കില്ല. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച്
സോഷ്യൽ മീഡിയ ഈ കുഞ്ഞുങ്ങളുടെ വീഡിയോസ് കൺസ്യൂം ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലിരിക്കുന്ന ആളുകൾ ഇവർ ഈ കുഞ്ഞുങ്ങളെക്കുറിച്ചൊരു എക്സ്പെക്റ്റേഷൻസും കൂടി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും, ഒപ്പീനിയൻസ് അടിച്ചേൽപ്പിക്കാൻ തുടങ്ങും. സത്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു ബാധ്യതയില്ല. അതായത് ഈ നാട്ടിലുള്ള ഒരുത്തൻ്റെയും ഇമോഷണൽ ബാഗേജോ ഇമോഷണൽ ഫ്രസ്ട്രേഷനോ ചുമക്കേണ്ട ഒരു ബാധ്യത ഒരു കുഞ്ഞിനുമില്ല. പക്ഷേ ഈ ഓഡിയൻസിൻ്റെ ഇമോഷണൽ ബാഗേജ് മുഴുവൻ നാളെ ഈ കുഞ്ഞുങ്ങളെ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ അവർ സോഷ്യൽ മീഡിയ ഡിലീറ്റ് ചെയ്തിട്ട് മുങ്ങേണ്ടി വരും. അവരെവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ ബാഗേജുമായിട്ട് ഈ എക്സ്പെക്റ്റേഷൻസുമായിട്ട് ഈ ആളുകൾ എത്തുകയും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിരന്തരം ശ്രമിക്കുകയും ചെയ്യും. ഇത് ആ കുഞ്ഞുങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ സാരമായി തന്നെ ബാധിക്കും. ബേസിക് ആയിട്ട് പറഞ്ഞാൽ ട്രോളും ഹരാസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാത്തവരാണ് മലയാളികളിൽ. ഈവൻ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അടക്കം. നിങ്ങളൊരു 10 ട്രോൾ വീഡിയോ ഇരുന്ന് കണ്ടു നോക്കിയോ, ആ ട്രോൾ വീഡിയോസിലെല്ലാം നിങ്ങൾക്ക് ഹരാസ്മെൻറ്റ് കാണാൻ പറ്റും. ഈ ട്രോളും ഹരാസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. എന്തെങ്കിലുമൊക്കെ വൃത്തികേട് വിളിച്ച് പറഞ്ഞ ഒരാളെ മാനസികമായി ഏറ്റവും തകർത്തെറിഞ്ഞതിന് ശേഷം അയ്യോ ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ, ഞാൻ സറ്റയറായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് കൈ കഴുകാൻ ശ്രമിക്കുന്ന ഒരു വലിയ കൂട്ടമാണ് മലയാളികൾ എന്ന് പറയുന്നത്. അവരാണ് ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഇതൊക്കെ നമ്മുടെ അവകാശമാണെന്ന് ചിന്തിക്കുകയും അവനവൻ്റെ ഇമോഷണൽ ഫ്രസ്ട്രേഷൻ അത് തീർക്കാനും കൂടി പറ്റുന്നൊരവസ്ഥയിലേക്ക് ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് നോക്കിയിരിക്കുന്നത്. ഞാൻ എൻ്റെ 28ാമത്തെ വയസ്സിലാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അതിനുമുമ്പ് ഫേസ്ബുക്കിൽ അവിടെ ഇവിടെയൊക്കെ പോസ്റ്റ് ഇടാറുണ്ടായിരുന്നു എന്നേ ഉള്ളൂ. പക്ഷേ 28ന് ശേഷം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി ഈ നെഗറ്റീവ് കമൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിഭീകരമായി ബാധിക്കും എന്ന തിരിച്ചറിവിൽ നിൽക്കുന്ന ഒരാളാണ്. ഒരു നെഗറ്റീവ് കമൻറ്റ് മതി ഒരുപക്ഷെ ഒരു ദിവസമോ ചിലപ്പം ആഴ്ചകളോളം നമ്മുടെ മനസമാധാനം കളയാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതും അല്ലാത്തതുമായ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോഴും അവരും പറയുന്ന ഇതാണ്. ചില കമൻറ്റുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേറെ എന്തെങ്കിലും വളരെ ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന അവസ്ഥയിലെത്തുന്ന ആളുകൾ പോലും ഉണ്ട്. അങ്ങനെയാണ് മുതിർന്നവരെ ഇത് അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഇപ്പുറത്ത് കുഞ്ഞുങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങളെന്തിനും ഇങ്ങനെ നെഗറ്റീവ് കമൻ്റ് ഒക്കെ കാണുന്നത്, നിങ്ങൾക്ക് അത് നോക്കാതിരുന്നാൽ പോരെ. ഇതെൻ്റെ റവന്യൂ ജനറേറ്റിംഗ് പ്ലാറ്റ്ഫോമാണ്, ഞാൻ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും എനിക്ക് എൻ്റെ വർക്ക് സ്പേസ് മുഴുവൻ മൊത്തത്തിൽ നോക്കിയേ പറ്റുള്ളൂ. നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നൊരു സ്ഥലത്ത് ഏറ്റവും മോശമായിട്ട് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന കുറേ കൊളീഗ്സിൻ്റെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് ഈ കമൻറ്റ്സ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നതും. സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു പോസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ താഴെ തനിക്ക് വിവരമില്ലേടോ എന്നൊരു ചോദ്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ദിവസം മുഴുവൻ പോയി കിട്ടും. അങ്ങനെയാണ്. അതായത് പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ആ പറഞ്ഞത് ശരിയായില്ല. ഈ ഇൻ്റർവ്യൂവിൽ തന്നെ ഈ റൗണ്ട് ടേബിളിൽ തന്നെ അവർ പറയുന്നുണ്ട്, പണ്ടൊക്കെ നമ്മളൊരു കാര്യം പറഞ്ഞാൽ എനിക്കത് മനസ്സിലായിട്ടില്ല, ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരുമോ എന്നാണ് കമൻറ്റ്സ് വരാറുള്ളത്. അതായത് എൻഗേജ് ചെയ്യാനാണ് ആളുകൾ വരുന്നത്. പക്ഷേ ഇപ്പോൾ വരുന്നത് എൻഗേജ് ചെയ്യാനല്ല, അടിച്ചേൽപ്പിക്കാനാണ്. തനിക്കൊരു വിവരമില്ല, താൻ എന്ത് മണ്ടനാണോ ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യമാണ്. എന്നാൽ ഈ മണ്ടനാണോ എന്ന് ചോദിക്കാൻ ഇവൻ കണ്ടെത്തിയിട്ടുള്ള കാരണം എന്താണെന്നോ അതിന് ഉത്തരം നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടോ, ഇതൊന്നും ഇവിടുത്തെ ഒരു ചോദ്യമല്ല. അടിച്ചേൽപ്പിക്കുക, ആക്രമിക്കുക. ഇത് അവനവൻ്റെ വ്യക്തിജീവിതത്തിലെ ഫ്രസ്ട്രേഷൻ എടുത്ത് പുറത്തിടലാണ്. ഇത് മുഴുവനാണ് ഈ കുഞ്ഞുങ്ങളെ നാളെ സോഷ്യൽ മീഡിയയിൽ കാത്തിരിക്കുന്നത്. ഒരമ്മ സോഷ്യൽ മീഡിയയിൽ അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തൊരു വീഡിയോ കണ്ടിരുന്നു. അതിനകത്ത് അവരുടെ കുഞ്ഞുകുട്ടി, അവരുടെ മോള് വളരെ ഇമോഷണലി വൾണറബിളായിരുന്നൊരു സമയത്ത് അമ്മയുമായി നടത്തിയൊരു കോൺവെർസേഷൻ, അതിലൊരു രസത്തിൻ്റെ എലമെൻറ്റ് കണ്ടപ്പോൾ അത് ഷൂട്ട് ചെയ്ത് അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അത് അറിവില്ലാതിരുന്ന സമയത്ത് പോസ്റ്റ് ചെയ്തു പോയി എന്നാണ് അവർ ഇന്ന് പറയുന്നത്. കാരണം അന്ന് അവർ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ആ വീഡിയോ കണ്ട മറ്റ് പല ആളുകളും, അതായത് ഈ കുട്ടി അവളുടെ അമ്മയോട് അവളുടെ പ്രൈവറ്റ് എന്ന് കരുതിയിരുന്ന ഒരു സ്പേസിൽ പങ്കുവെച്ച് ഇമോഷണൽ ആയിട്ടുള്ളൊരു കാര്യം, കുഞ്ഞുങ്ങൾ അവരുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ പഠിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ്. നമ്മളിൽ നിന്നാണ് പഠിക്കുന്നത്. ഓരോ സിറ്റുവേഷനെയും ഡീൽ ചെയ്യാൻ നമ്മളാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. പക്ഷേ ആ കുഞ്ഞ് ഇമോഷണലി അമ്മയോട് പ്രൈവറ്റായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു കാര്യം അമ്മ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ഇത് കണ്ട മറ്റു പല ആളുകളും ഈ കുഞ്ഞിനോട് ആ വീഡിയോയിലുള്ള കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കുഞ്ഞ് വളരെയധികം അൺകംഫർട്ടബിൾ ആവുന്നു എന്ന് മനസ്സിലാക്കിയ അമ്മ പിന്നീട് ഒരിക്കൽ പോലും അങ്ങനത്തെ ഒരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. അത് അവരുടെ തിരിച്ചറിവാണ്. കാരണം ആളുകൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, അത് കുഞ്ഞിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾ അവരുടെ ഇമോഷൻസ് അതെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ പഠിച്ചു തുടങ്ങുന്നൊരു സമയത്ത് അവരുടെ ഏറ്റവും സേഫ് എൻവയൺമെൻറ്റായി കാണുന്നത് അച്ഛനമ്മമാരാണ്, അവരുടെ വീടാണ്. അവിടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെ നിങ്ങൾ പബ്ലിക്കിനിട്ട് കൊടുത്താൽ അത് അവരുടെ മാനസികാവസ്ഥയെ ഇന്നല്ലെങ്കിൽ നാളെ വളരെ മോശമായി ബാധിക്കും. ഇനി നമുക്ക് മറ്റൊരു ക്ലിപ്പ് കാണാം, അത് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. കുഞ്ഞിനെ വെച്ച് കോണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ കുഞ്ഞല്ലേ, അപ്പോൾ എന്താ പറയുന്നത്, നമുക്ക് ഇട്ട് കൊടുക്കുന്ന പോലെ ഇപ്പോൾ കുറെ ആളുകളുടെ മുന്നിലേക്ക്. അപ്പോൾ എനിക്ക് ഒരു ഒറ്റ വീഡിയോ പ്ലാൻ ഉള്ളായിരുന്നു, ബഡ്ജറ്റ് അലക്സ എന്നുള്ള ഒറ്റ പാർട്ട്. അതിൽ നിർത്തണം എന്നുള്ളൊരു ഇതായിരുന്നു. കാരണം കുറെ കഴിയുമ്പോഴേക്കും കാണിക്കാൻ പറ്റും ഞാൻ നമ്മൾ ചെയ്ത അങ്ങനെ അങ്ങനെ ചെയ്തതാണ്. അപ്പൊ കുറെ പേര് കമന്റ് ചെയ്യാൻ തുടങ്ങി, ആ വീഡിയോസ് വേണം, ബഡ്ജറ്റ് അലക്സ വീഡിയോ വേണം, ബാക്കി വീഡിയോ ഇട്ടാല്
ചീത്ത പറയും, നീ പോയി മറ്റേ വീഡിയോ ഇട, അങ്ങനെയൊക്കെ പറയാം. അല്ല ഇപ്പോഴും കമന്റ്സ് എവിടെ? പക്ഷെ ഇപ്പൊ അലക്സ എന്ന് പറഞ്ഞ പുള്ളിക്കാരി വയലന്റ്. എന്റെ പേര് അലക്സ എന്നല്ലോ പറയും. ആളുകൾ പുറത്തു പോകുമ്പോ ഈ പേരായിരിക്കും വിളിക്കുക. ഇന്ന കഴിഞ്ഞ ദിവസം എവിടെ പോയപ്പോ ആരോ ഒന്ന് ചോദിച്ചു അലക്സ അല്ലേന്ന് ചോദിച്ചപ്പോ എന്റെ പേര് അലക്സ ഒന്നും അല്ല, അങ്ങനെ അവർ സംസാരിക്കുമ്പോൾ ചിരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ആ കുഞ്ഞിൻ്റെ പെർസ്പെക്റ്റീവിൽ വെറുതെ ഒന്ന് ആലോചിച്ചോളൂ. ഒരു പക്ഷേ ലൈഫ് ലോങ് അവളുടെ ഉള്ളിൽ കിടക്കാൻ പോകുന്ന ഈ കോർ മെമ്മറീസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ച്. നമ്മുടെ വളരെ വൾണറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സിൽ സംഭവിക്കുന്നതൊക്കെ നമ്മുടെ മനസ്സിൽ സ്റ്റോർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഇത് ഏതെങ്കിലും ഒരു കാലത്ത് അതത് സിറ്റുവേഷൻസിലുള്ള കാര്യങ്ങൾ കൊണ്ട് ട്രിഗർ ആവുകയും അത് പല രീതിയിൽ റിഫ്ലക്റ്റ് ആവുകയും ചെയ്യും. ഒരു കുഞ്ഞിൻ്റെ കുട്ടിക്കാലത്ത് വഴിയെ പോണവരൊക്കെ അവളെ അലക്സ എന്ന് വിളിക്കുന്ന പോലെ, അതായത് അവൾക്ക് വിളിച്ച് കേൾക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു ഇരട്ടപ്പേരാണ് വിളിക്കുന്നത്, എന്നെ കളിയാക്കുന്നതാണ് എന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഇങ്ങനൊരു വിളി കേട്ട് വളരുക എന്ന് പറയുന്നത് ആ കുഞ്ഞിനെ ഏറ്റവും അസ്വസ്ഥയാക്കുന്ന കാര്യമാണ്. അത് ആ കുഞ്ഞ് എക്സ്പ്രസ് ചെയ്യുക. എത്ര കുട്ടികൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്യും? ഇനി എക്സ്പ്രസ് ചെയ്താൽ തന്നെ എത്ര അച്ഛനമ്മമാരും ഇതുപോലെയുള്ള ആളുകളൊക്കെ അതിനെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ആ പരിപാടി നിർത്തും. ഞാൻ ഈ കണ്ടന്റ് ക്രിയേറ്ററിനെ ആക്ച്വലി അഭിനന്ദിക്കുകയാണ്. കാരണം അവർ ഉപയോഗിച്ച വാക്കുകൾ ഇപ്പോൾ പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പോലെ ആവില്ലേ? സത്യമാണ്. നിങ്ങൾ കുഞ്ഞുങ്ങളെ ഇട്ട് കൊടുക്കുകയാണ് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക്. നിങ്ങൾ ജഡ്ജ് ചെയ്തോളൂ, നിങ്ങൾ എൻജോയ് ചെയ്തോളൂ. ഇവർ വളർന്നു വന്നാൽ അത് നിങ്ങളുടെ ക്രെഡിറ്റ് എന്നൊക്കെ പറഞ്ഞ് എടുക്കാം. ഓഡിയൻസ് അങ്ങനെയാണ് ഇതിനെ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇട്ട് കൊടുക്കുകയല്ലേ എന്നുള്ള അവൻ്റെ തിരിച്ചറിവ്. അങ്ങനെ അലക്സ എന്ന് വിളിക്കുന്നത് അവൾക്ക് ബുദ്ധിമുട്ടാണ്. അവളുടെ ഇമോഷൻസിന് ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് ഞാൻ കാണണം, കേൾക്കണം. അവരും അറിയാം ഇപ്പോൾ ഇട്ട് കൊടുത്ത മില്യൺ കണക്കിന് വ്യൂസാണ്. നമ്മുടെ നാട്ടുകാർ അങ്ങനെ പ്രോഗ്രാംഡാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ വെച്ച് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ചെയ്ത് കോമഡി ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ കണ്ട് രസിച്ചോളും. നമുക്ക് കുഞ്ഞുങ്ങൾ കാണിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കണ്ട് ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് കുഞ്ഞുങ്ങളെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ആരും ചിന്തിക്കില്ല. എല്ലാവരും അവനവൻ്റെ ഇമോഷൻസും അവനവൻ്റെ അന്നേരത്തെ സന്തോഷവും മാത്രമാണ് നോക്കുക. പുള്ളിയോട് എനിക്ക് പറയാനുള്ളത്, ബ്രോ നിങ്ങൾ ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ്. ആ കുഞ്ഞിൻ്റെ ഇമോഷൻസിനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് നാളെ ആ കുഞ്ഞ് നിങ്ങളോട് താങ്ക്ഫുൾ ആയിരിക്കും. കാരണം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും, ഈവൻ ഒരു കുഞ്ഞ് കളിയാക്കലാണെങ്കിലും മാറ്റി നിർത്തലും ഒക്കെ കുഞ്ഞുങ്ങളെ അഫക്റ്റ് ചെയ്യുന്നത് ഭീകരമായിട്ടാണ്. അതൊരു 30കളിലേക്കോ ഒരുപക്ഷെ 40കളിലോ എത്തുമ്പോഴായിരിക്കും ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് പുറത്തേക്ക് വരിക. ഇന്ന് നമ്മൾ ആ സൈക്കോളജിയൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ പോലും അതിന് വില കൊടുക്കാത്ത ഈ പ്രായത്തിലുള്ള ആ കണ്ടന്റ് ക്രിയേറ്ററിന് അതറിയാം. പക്ഷേ ഇതിനേക്കാൾ പ്രായമുള്ള പല ആളുകൾക്കും ഇതൊന്നും മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ലൈക്കും ഷെയറും പബ്ലിസിറ്റിയും പൈസയും അതാണ് ഇതിനേക്കാൾ പ്രധാനം എന്ന് പറയുന്ന ഒരു ആംഗിളിലേക്ക് മാറുകയാണ്. ഇനി ഇതിനൊരു മറ്റൊരു വശമുണ്ട്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ നമ്മളെടുത്ത് നോക്കിയാൽ പേളിമാണി തന്നെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഏറ്റവും വലിയ അസറ്റ് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും ഫാൻസുമാണ്. സത്യമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്കുണ്ടോ, ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോയിങ് നിങ്ങൾക്കുണ്ടോ, ഏറ്റവും കൂടുതൽ അംഗീകാരവും പണവും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അതാണ് ഈ സോഷ്യൽ മീഡിയ യുഗത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോഴത്തെ കാര്യമല്ല, ഒരു 15-20 വർഷത്തിനപ്പുറം ഒരു പക്ഷേ ഈ മൊബൈൽ ഫോണൊക്കെ മാറിയിട്ട് നമ്മുടെ കയ്യിലുള്ളൊരു ചെറിയ സ്ട്രിപ്പ് മാത്രമായിട്ട് ഇത് മാറുമായിരിക്കും. ഒരു LED ലൈറ്റ് മാത്രമായിരിക്കും. നമ്മൾ കൈകൊണ്ട് കാണിക്കുന്ന ആക്ഷൻസ് വെച്ചിട്ടായിരിക്കും ഇത് റീഡ് ചെയ്യുന്നുണ്ട്. ഓരോ മനുഷ്യനും ഓരോ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിരിക്കും. അതായത് ഞാൻ എന്ന് പറയുന്ന മനുഷ്യൻ എൻ്റെ ദേഹത്ത് നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും കാണാൻ പറ്റില്ല, പക്ഷേ ഒരു ടവറുമായിട്ട് ഞാൻ ലിങ്ക്ഡ് ആണ്. അതിൽ എൻ്റെ ദേഹത്ത് ചിലപ്പോൾ ചിപ്പുകളൊക്കെ ഉണ്ടാവുമായിരിക്കും. എല്ലാം ഇൻ്റർനെറ്റിലായിരിക്കും. നമുക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ, കൊടുക്കണമെങ്കിൽ, ടാക്സ് കൊടുക്കണമെങ്കിൽ, നമുക്ക് എന്തെങ്കിലും വരുമാനമായിട്ട് കിട്ടും, എല്ലാം ഇൻ്റർനെറ്റിലൂടെ എന്ന് പറയുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അന്ന് ഇൻഫ്ലുവൻസേഴ്സിന് വലിയൊരു മാർക്കറ്റുണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കണ്ടെത്താൻ പറ്റിയേക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുന്ന ഇവരെ നാളത്തെ ഈ പറയുന്ന വലിയൊരു സോഷ്യൽ ബൂം അതുണ്ടാവാൻ വേണ്ടി പ്രിപ്പയർഡ് ആക്കുക എന്നുള്ളൊരു ആംഗിളിൽ നോക്കുമ്പോൾ പേളി ചെയ്യുന്നത് ശരിയല്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. പേളിയും ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പം മുതലേ ഞാൻ അസറ്റായി സമ്പാദിച്ചു കൊടുത്താൽ നാളെ അവർ അത് വെച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കും. അങ്ങനെയാണ് ഞാനിതിനെ കാണുന്നത്. പിന്നെ അവിടെ വരുന്ന നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ പേളിക്ക് വാദിക്കാം. ഇറ്റ്സ് അപ് ടു ദം. പക്ഷേ ദൂരവ്യാപകമായി ആ കുഞ്ഞുങ്ങളെ മാനസികമായി ബാധിക്കാൻ പോകുന്ന വിഷയങ്ങളെ നമുക്കൊരു തരത്തിലും ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. കുഞ്ഞുങ്ങളെക്കുറിച്ച് ഞാൻ മാത്രമല്ല, ഇതിനു മുമ്പും ഇതിന് ശേഷവും എത്രയോ ആളുകൾ സംസാരിച്ചിരിക്കുന്നു. തിരിച്ചറിവുകൾ ഉണ്ടാവുകയാണെങ്കിൽ നല്ല കാര്യം. ഇനി ഈ വീഡിയോയുടെ 3ാമത്തെ പാർട്ടിലേക്ക്, അത് പേളി ആസ് ആൻ ഇൻ്റർവ്യൂവർ. ഈ റൗണ്ട് ടേബിളിൽ പേളി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഏറ്റവും ഓണസ്റ്റായി പറഞ്ഞു എന്ന് നമുക്ക് ഫീൽ ചെയ്ത കാര്യമാണ്, മൈ ഓൺലി മോട്ടീവ് ഈസ് ദ വ്യൂസ് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. പേളി മാണി അവർ മീഡിയ സൈക്കോളജി ഒക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ് എന്ന റൗണ്ട് ടേബിളിൽ വെച്ച് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ മീഡിയ വർക്ക് ചെയ്യുന്നത്, പ്രേക്ഷകർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണയുണ്ടെന്നാണ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഒരു മൂവി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരു ടീം അവരെ സമീപിക്കുന്ന സമയത്ത് മൂവി പ്രൊമോഷൻ എന്ന് പറയുന്ന ആ കാര്യത്തിൽ പേളി എടുക്കുന്ന കീവേഡ് പ്രൊമോഷൻ എന്നുള്ള വാക്ക് മാത്രമാണ്. ദാറ്റ്സ് ദി ഓൺലി വേർഡ് ഐ തിങ്ക് അബൌട്ട്. അതായത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ആത്യന്തികമായ ലക്ഷ്യം. പ്രൊമോഷൻ സംഭവിക്കുന്നത്
അതിന് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉണ്ടാകുമ്പോഴാണ്. ഞാൻ കണ്ടന്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചല്ല ചിന്തിക്കുക, പ്രൊമോഷൻ എങ്ങനെ നടക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ആലോചിക്കുക. എന്നെ കോൺടാക്ട് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടത് ഏറ്റവും കൂടുതൽ വ്യൂസ് ആണ്. മാക്സിമം ആൾക്കാരിലേക്ക് ഈ മൂവിയുടെ പ്രൊമോഷൻ, ഇൻ്റർവ്യൂ, അതിൻ്റെ വ്യൂസ് എത്തിക്കുക, അത് ഞാൻ മേക്ക് ഷുവർ ചെയ്യും. എനിക്ക് വേണമെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം, പക്ഷേ അത്രയും നല്ല ചോദ്യങ്ങൾ ചോദിച്ചിട്ടും വ്യൂസ് പ്രോപ്പറായിട്ട് വന്നിട്ടില്ലെങ്കിൽ എന്നെ അവർ ഏൽപ്പിച്ചിട്ടുള്ള ജോലി നടന്നില്ല എന്നാണ്. ഞാൻ ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അത് ചിലപ്പോൾ കൊച്ചു കുഞ്ഞു മുതൽ പ്രായമായ ആളുകൾ വരെ ഉണ്ടാവും. ഞാൻ ചിലപ്പോൾ തമാശയായിരിക്കും, ചിലപ്പോൾ ഭയങ്കര ഇമോഷണൽ കാര്യമായിരിക്കും, ചിലപ്പോൾ മോട്ടിവേഷൻ ആയിരിക്കും. അങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു മിക്സ് ആയിട്ട് ആളുകളെ എൻ്റർടൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഇൻ്റർവ്യൂസിലും വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നല്ല പല ഉത്തരങ്ങളും വന്നിട്ടുണ്ട്. പക്ഷേ ആ ഉത്തരങ്ങൾക്ക് ഞാൻ ചോദിച്ചത് ചിലപ്പോൾ ഒരു തമാശ ചോദ്യമായിരിക്കും. ചോദ്യം തമാശയാണെങ്കിലും അവരതിൻ്റെ ഉത്തരം പറഞ്ഞു വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും വരിക. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് വരുന്ന എല്ലാ ഗസ്റ്റിനോടും ഫേവറേറ്റ് ഫുഡ് എന്താണെന്നുള്ളത് ചോദിക്കും. അങ്ങനെ ഫേവറേറ്റ് ഫുഡ് എന്താണെന്ന് അവർ പറയുന്ന ആ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ട് ഫുഡ് വ്ളോഗേഴ്സ് ഇൻ്റർവ്യൂവിൻ്റെ കഷ്ണം, അവർ ആ ഫേവറേറ്റ് ഫുഡിനെ കുറിച്ച് പറയുന്ന ആ കഷ്ണം മുകളിൽ വെക്കുകയും അതെങ്ങനെ കുക്ക് ചെയ്യുന്നു എന്നുള്ളത് താഴെ ചേർത്തിട്ട് അങ്ങനെ റീലടിക്കും. റീലാണ് ഇപ്പോഴത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ വൈറൽ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് തൻ്റെ ഉദ്ദേശം എന്നാണ് പേളി പറയുന്നത്. ആ സമയത്താണ് നിങ്ങൾക്കൊരു വൈറൽ മൊമെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് പറയുന്നൊരു ചോദ്യം വരുന്നത്. അതിന് പേളി മാണി പറയുന്നത് അങ്ങനെ ഒരു വൈറൽ മൊമെൻറ്റ് എടുക്കാൻ പറ്റില്ല, പക്ഷേ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് ചിലപ്പോൾ വൈറൽ ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. മാത്രമല്ല പേളിമാണിക്ക് വേണ്ടത് ജസ്റ്റ് ഒരു വൈറൽ മൊമെൻ്റ് അല്ല, ഒരു ഹോൾ വൈറൽ ഇൻ്റർവ്യൂ ആണെന്നാണ് പേളിമാണി തന്നെ പറയുന്നത്. തൻ്റെ തന്നെ ഓഡിയൻസിനെ കുറിച്ച് പേളി പറയുന്നത് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി എൻ്റെ വീഡിയോസ് കാണുന്ന ആളുകളല്ല, അവരൊക്കെ ഒരു ഹെക്റ്റിക് ഡേ ഒക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന സമയത്ത് അവർക്ക് എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് തൻ്റെ ഉദ്ദേശം. അത് മാക്സിമം നന്നായിട്ട് തന്നെ തനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പേളി പറയുമ്പോൾ അവർക്ക് അവരുടെ കഴിവിൽ തീർച്ചയായും ഇമ്മൻസ് ആയിട്ടുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെ പ്രൊമോഷന് സമീപിക്കുന്ന ആളോട് ഞാൻ നിങ്ങളുടെ കണ്ടൻറ്റ് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാം, അത് എൻ്റർടൈനിങ് ആയി കൊണ്ടുപോകാൻ എനിക്ക് പറ്റും എന്നുള്ള കോൺഫിഡൻസ് ആവാം, അതിനെനിക്ക് ഇത്ര പൈസ വേണം എന്ന് പറഞ്ഞ് ആ പ്രൊമോഷണൽ ആക്ടിവിറ്റി ഏറ്റെടുക്കാൻ പേളി മണിക്ക് പറ്റും. പിന്നെ ആ റൗണ്ട് ടേബിളിൽ പേളി പറഞ്ഞ വളരെ നല്ലൊരു കാര്യം എന്ന് എനിക്ക് ഫീൽ ചെയ്തത് അവരുടെ മുന്നിൽ വന്നിരിക്കുന്ന ഓരോ ഗസ്റ്റിനോടും എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കാൻ പാടില്ലാത്തത്, അല്ലെങ്കിൽ നിങ്ങളെ അൺകംഫർട്ടബിൾ ആക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് ഉറപ്പ് വരുത്തുക. അത്തരം ചോദ്യങ്ങൾ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനും ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത്, ഞാൻ റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മളത് മേക്ക് ഷുവർ ചെയ്യുമായിരുന്നു. നിങ്ങൾക്ക് ഇന്ന ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾ അൺകംഫർട്ടബിൾ ആവുമെങ്കിൽ ഞാനത് ഒഴിവാക്കാം എന്ന് പറഞ്ഞാൽ ആദ്യമേ ക്ലിയർ ചെയ്ത് പോകും. ആക്ച്വലി അതൊരു നല്ല കാര്യമാണ്. ആദ്യമേ ഒരു നോ പറയാൻ അല്ലെങ്കിൽ അവരെ അൺകംഫർട്ടബിൾ ആക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഇൻ്റർവ്യൂവിൽ ഉടനീളം ആ ഗസ്റ്റ് കംഫർട്ടബിൾ ആയിരിക്കും. നമ്മൾ പേളിയുടെ ഇൻ്റർവ്യൂസ് കാണുമ്പോഴൊക്കെ ഈവൻ പല ആളുകളും അതിനെ വിമർശിച്ചുകൊണ്ട് പല രീതിയിൽ സംസാരിക്കുമ്പോഴും ഗസ്റ്റ് എപ്പോഴും കംഫർട്ടബിളായി ഇരിക്കുന്നതിൻ്റെ ഒരു കാരണം ഈ പറയുന്ന അൺകംഫർട്ടബിളായ ഫാക്ടറിനെ എടുത്ത് മാറ്റുന്നു എന്നുള്ളതായിരിക്കാം. മറ്റൊരു കാര്യം, ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചിലപ്പം നമ്മൾ 2 മനുഷ്യരിരുന്ന് സംസാരിക്കില്ല, 2-3 മനുഷ്യരിരുന്ന് സംസാരിക്കുമ്പോൾ തമാശയായിട്ടും അല്ലാതെയും പലതും പറഞ്ഞു പോയേക്കാം. ഇത് ക്യാമറയും മൈക്കും ഒക്കെ ഉള്ളതുകൊണ്ട് അത് ക്യാപ്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ചില കാര്യങ്ങൾ ചില ആളുകൾ പറയുന്നത് അത് പബ്ലിക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മിസ്റീഡ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്, വിവാദങ്ങൾക്ക് വഴിവെച്ചേക്കാം, ചിലപ്പോൾ അവരുടെ കരിയറിനെ തന്നെ ബാധിക്കുന്നതായിരിക്കാം. അപ്പോൾ ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഈ ഗസ്റ്റുകൾക്ക് ഇന്ന പോർഷൻസ് നിങ്ങൾ ഒഴിവാക്കണം എന്ന് പറയാനും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും ഒക്കെ പേളി ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഒരു സ്പേസും കൂടി ഗസ്റ്റിന് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പല ഇൻ്റർവ്യൂസും കാണുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇതിൽ ചോദ്യം ചോദിക്കുന്ന ആളും ഉത്തരം പറയുന്ന ആളും ഒക്കെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ എന്തിനാണ് ഇവരിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നുള്ളത്. പല ഇൻ്റർവ്യൂ ചാനലുകളിലും നമ്മൾ ഈ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അത് പേളി തന്നെ ഫിൽട്ടർ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് മേക്ക് ഷുവർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഗസ്റ്റും അവരും പിന്നീട് അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നില്ല എന്ന്. അങ്ങനെ ഈ ആസ്പെക്റ്റുകളൊക്കെ പരിഗണിക്കുമ്പോൾ ആസ് എൻ ഇൻ്റർവ്യൂവർ, കൺസിഡറിങ് അവരുടെ ടാർഗറ്റ് ഗ്രൂപ്പ്, അവരുടെ സ്റ്റൈല്, പാറ്റേൺ ആൻഡ് സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വരുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, പരമാവധി ആളുകളിലേക്ക് ഇങ്ങനൊരു സിനിമ വരുന്നു എന്നുള്ള കാര്യം അറിയിക്കുക എന്നുള്ളതാണ്. അതും നടക്കുന്നുണ്ട് എന്നുള്ളത് പേളിയുടെ വ്യൂസ് കാണുമ്പോൾ നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ഈ ടാർഗറ്റ് ഓഡിയൻസിനെയും പേളിയുടെ സ്റ്റൈലിനെയും മൂവി പ്രൊമോഷൻ ടീമിൻ്റെ ഉദ്ദേശവും സക്സസ്സായി നടക്കുന്നിടത്തോളം പേളി ഒരു സക്സസ്ഫുൾ ഇൻ്റർവ്യൂവർ എന്ന് മാത്രമല്ല, പേളി ഒരു സക്സസ്ഫുൾ ബിസിനസ് വുമൺ എന്ന് പറയുന്നതിലും യാതൊരു തെറ്റുമില്ല. അവരവരുടെ സ്പേസ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നു, എന്താണ് സെല്ല് ചെയ്യാൻ തൻ്റെ കയ്യിലുള്ളതെന്ന് മനസ്സിലാക്കുന്നു, എങ്ങനെ സെല്ല് ചെയ്യാൻ പറ്റുമെന്നുള്ളതും എങ്ങനെ അത് കൺസിസ്റ്റൻ്റായി ഡെലിവർ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായ ധാരണയോടെ മുന്നോട്ട് പോകുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാളെ നമുക്ക് സക്സസ്ഫുൾ ബിസിനസ് വുമൺ എന്ന് തന്നെ പറയാം. മാത്രമല്ല വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസിലിരുന്ന് വൈറലാവാനുള്ള ഒരു സാഹചര്യം പേളി മാണിയുടെ ഇൻ്റർവ്യൂസ് കൊടുക്കുന്നു എന്നുള്ളത് ഈ ഗസ്റ്റുകളെ സംബന്ധിച്ചും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അൺകംഫർട്ടബിൾ ആവേണ്ട, അനാവശ്യ വിവാദങ്ങളിലേക്ക് പോകേണ്ട, പക്ഷേ വൈറലാവുന്നു, മൂവി പ്രൊമോഷനും സക്സസ്ഫുള്ളായി നടക്കുന്നു. അതിലും ബെറ്റർ ഒരു സ്പേസ് ഈ കാലത്ത് മലയാളത്തിൽ നമുക്ക് വേറെ ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. സോ പേളി മാണി തന്നെ
ആ റൗണ്ട് ടേബിൾ ഇൻ്റർവ്യൂവിൽ നമ്മൾ ഈ വീഡിയോയിൽ പരാമർശിച്ചിട്ടുള്ള 3 വിഷയങ്ങളെക്കുറിച്ചും സംസാരിച്ചു എന്നുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയിലെ ഏറ്റവും കാര്യമാത്ര പ്രസക്തമായ കാര്യം എന്ന് പറയുന്നത് പേരൻറ്റിംഗ് ആണ്. പക്ഷേ ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ ലിമിറ്റഡ് അറിവിൽ നിന്നുകൊണ്ട്, ഞാനും ശ്രുതിയും ഒന്നും പേരൻസ് അല്ല. അപ്പോൾ പേരൻറ്റിംഗ് എന്ന് പറയുന്നൊരു വലിയ അംബ്രലയുടെ കീഴിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നിപ്പോൾ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ നിങ്ങളൊരു പേരൻറ്റോ അല്ലെങ്കിൽ പേരൻ്റ് ആകാൻ തയ്യാറെടുക്കുന്ന ഒരാളോ ആണെങ്കിൽ ഇന്നത്തെ കാലത്ത് എഫക്റ്റീവായി പേരൻറ്റിംഗ് എന്ന് പറയുന്ന ആ വലിയ ഉത്തരവാദിത്വം എങ്ങനെ നിർവഹിക്കാം എന്ന് പറഞ്ഞു തരുന്ന എക്സ്പേർട്സ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഇതിനെക്കുറിച്ച് പ്രൊഫഷണലി പഠിച്ചിട്ടുള്ള ആളുകളുടെ ഹെൽപ്പ് നമുക്ക് ഇന്നിപ്പോൾ അവൈലബിൾ ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന ആശംസ നേർന്നുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.